ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നൊരു പോപ്കോൺ ആണ്. ഞാൻ ചിക്കൻ വെച്ചാണ് പോപ്കോൺ തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പാലാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ 250 ml പാലാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ പാലിലേക്ക് നമുക്ക് ഒരു അര നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. അര നാരങ്ങ. അതിനുശേഷം നമുക്കിതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 1/4 ടീസ്പൂൺ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കാരണം നമ്മൾ ഈ പാലിലേക്ക് നാരങ്ങയോട് ചേർത്തപ്പോൾ നമ്മുടെ എന്താ പറയണ്ടേ, ഒരു തൈരിൻ്റെ ഒരു പരുവായില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുഞ്ഞ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കൻ. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 300 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 300 ഗ്രാമിനടുത്തേ ഉള്ളൂ. നമുക്കിതിനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ഇത് വെക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന മൈദ എടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പ്. പിന്നെ ഗ്രാം ഫ്ലോർ ഒരു 1/2 കപ്പ്. പിന്നെ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 1 ടീസ്പൂൺ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഒരു 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതുകൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ മിക്സ് ചെയ്തിരിക്കുന്ന പൊടിയിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ മിൽക്കും നമ്മൾ നാരങ്ങയോടെ ചേർത്ത് ചിക്കൻ നമ്മളാക്കി വെച്ചിരുന്നത് അത് മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്ക് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചിക്കൻ ഇച്ചിരി സോഫ്റ്റ് ഉണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ പാലിൻ്റെ അകത്ത് ഇട്ട് നാരങ്ങ ഇട്ട് മിക്സ് ചെയ്യുന്നതിൻ്റെ അകത്ത് നമ്മൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലായിരുന്നു. അപ്പോൾ അത് ചിക്കൻ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ചായക്ക് നമ്മൾ ഉച്ച കഴിഞ്ഞ് ചായക്ക് കടിയായിട്ടൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ പോപ്കോൺ തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് ബാക്കിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പോപ്കോൺ ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി പുതിയ വീഡിയോകൾ കാണാം. താങ്ക്